കണ്ടിരിക്കാം, കുഴപ്പമില്ല. ഫാമിലിക്ക് ഫാമിലിയായിട്ട് കാണാൻ കൊള്ളത്തില്ല. ചേച്ചി ഒരു മനക്കട്ടിയുള്ള ആളെന്ന് മനസ്സിലായി. ഫുൾ ക്രൗഡി വന്നിരുന്ന ഒന്നുകൂടെ സെക്കൻഡ് വന്നിരുന്ന് കാണണം. വയലൻസ് ആണ് കേട്ടോ. ഞാൻ പോട്ടെ, ഒരു രക്ഷയില്ല. കിടിലം പടം. സെക്കൻഡ് ഹാഫ് വിഷയമായിരുന്നു. വയലൻസ് അനിമലിന്റെ അപ്പനെ കണ്ടിരിക്കും. അത്രക്ക് കൊള്ളാം. കില്ലിനെക്കാളും എനിക്ക് തോന്നി കുറച്ച്. എനിക്ക് തോന്നുന്നു വുമൺസിനൊന്നും അത്രക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ഹേർഡ്ലെസ് ആൾക്കാർക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റും. ശങ്കർപിള്ളേർ മാത്രം വന്നാൽ മതി, അങ്ങനെയുള്ളവർ വന്നാൽ മതി. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം എല്ലാം ഉണ്ട്. പൊക്കോ. ശങ്കർപിള്ളേർക്ക് മാത്രം കാണുന്ന പടം. നല്ല വയലൻസ് ആയിരുന്നു. നല്ല വയലൻസ് വിഷയം പടം കൊടുത്താൽ ചാൻസ് ഉണ്ട്. ചർച്ചയാവും. കില്ലിനെക്കാളും വയലൻസ് ഉണ്ട്. ബ്രൂട്ടൽ നല്ല രീതി. രവി ബസ്റുള്ള അടിപൊളി പടം ഹെവിയാണ്. പടം കൊള്ളാം. തൂക്കും. സൂപ്പറായിരുന്നു. കില്ലിനെക്കാളും വയലൻസ് ഉണ്ടോ? കില്ലിനെക്കാട്ടി കൂടുതൽ സാധനം. ഒരു രക്ഷയില്ല. ക്രിസ്മസ് തൂക്കുവോ? കയറി കണ്ടോ? ഞാനെന്ത് പറയാൻ. എന്ത് പറയുന്നു ബ്രോ കണ്ടിട്ട്? അടിപൊളി പടം. കില്ലിനെക്കാളും വയലൻസ് പടം തൂക്കുവോ ക്രിസ്മസ്? പിന്നെ ഉറപ്പായിട്ടും ആരാണ് വില്ലൻ എന്നെല്ലാം കാണിച്ചത്? അതൊന്നും കാണിച്ചിട്ടില്ല. എല്ലാം സർപ്രൈസ്. അടിപൊളി പടം. നന്നായിട്ടുണ്ട്. വിഷയമാണോ പടം? വയലൻസ് ഉള്ളു. വയലൻസ് എങ്ങനെയുണ്ട്? അല്ലല്ല വീഡിയോ എടുക്കരുത്. എങ്ങനെയുണ്ട്? ഇത് പീക്ക് വയലൻസ്. അതെ, വൺ ഓഫ് ദി ഇന്ത്യൻ സിനിമയിലെ ബ്രൂട്ടലായിട്ടുള്ളൊരു ഭയങ്കര വയലൻസ്. ഇല്ല, ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫാമിലി ആയിട്ടും യങ്സ്റ്റേഴ്സ് ഏറ്റെടുക്കാനുള്ളതുണ്ട്. അറിയില്ല. സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കായിട്ട് തോന്നി. ഭയങ്കര ഇമോഷണലി സെക്കൻഡ് ഹാഫ് കുറച്ച് കണക്ട് ആവുന്നുണ്ട്. രസമുണ്ട്. പിന്നെ കണ്ടിരിക്കാം നമുക്ക്. വയലന്റ് ഫിലിം. പക്ഷേ ഇച്ചിരി പീക്ക് വയലൻസ് ആണ്. പക്ഷേ ഇവിടുത്തെ ഓഡിയൻസിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പുറത്തൊക്കെ കൊറിയൻ സിനിമകളിലൊക്കെ കണ്ടതിനേക്കാളും ഒക്കെ ഭീകര വയലൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഇച്ചിരി കൂടെ ഇമോഷണലി കണക്ട് ആയി. ഫസ്റ്റ് ഹാഫ് അത്ര ഇതായില്ല. സെക്കൻഡ് ഹാഫ് ആണ് കൊണ്ടുപോയത്. ഉണ്ണിവന്നിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. പ്രീക്വല് കാണിച്ചായിരുന്നു, പക്ഷെ പകുതിയായപ്പോ നിന്നുപോയി. അടിപൊളി പടം. നമ്മള് പ്രതീക്ഷിച്ച ഒരു ഹൈപ്പിലുള്ള പടമാണ്. അതായത് ഫാമിലി ഓഡിയൻസിൽ കാണാൻ പറ്റത്തില്ല, റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. വിമൻസിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേരെ കയറ്റത്തില്ല. എന്തായാലും 18 വയസ്സിൽ പ്രായമുള്ള കാണാതിരിക്കുന്നതല്ല. അത്രയും ബ്രൂട്ടല. കില്ല് സിനിമയല്ലേ, അതിനേക്കാൾ ബെറ്റർ. വയലൻസ് ആണ്. സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ് ആണ്. കൊണ്ടുപോയി. സൂപ്പർ. ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ണിമുന്തനെ വേറെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. സിദ്ദിഖാണെങ്കിലും അതേപോലെ തന്നെ ജഗദീഷൊക്കെ ആണെങ്കിലും, ജഗദീഷൊക്കെ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. റിവെഞ്ച് മാസല്ലേ, എല്ലാരും വന്ന് കാണുക. ടിക്കറ്റ് എടുക്കാം. അതെ. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നി ഒരു ആവറേജ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ബ്ലഡ് ബാത്താണ്. ചോര കുളിച്ചിരിക്കുക. സെക്കൻഡ് ഹാഫ് പൊളിയാ. തൂക്കിന്ന് പറയാം. ഒരു ലാസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു സസ്പെൻസ് ഒളിഞ്ഞ് വെച്ചിട്ടുണ്ട് പടം തീരുന്നത്. പിള്ളേർക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറയാം. പക്ഷെ എന്നാലും പിള്ളേരെ ബാധിക്കുന്ന കുറച്ച് സീൻസ് ഇതിൽ പറയുന്നുണ്ട്. അതിൽ കുറച്ച് സീൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ കണ്ണ് ഇതുമാതിരി അടച്ചു പോയി. നമുക്ക് തന്നെ കാണാതിരിക്കാൻ അതിൽ ഒരു സീൻസ് മാത്രം ഭയങ്കര ബ്രൂട്ടലാണോ ഞാൻ പറയാം. അത്രയും വേണ്ടെന്ന് തോന്നി. ഇല്ല, അത്രയും വേണം. എന്നാലേ പടത്തിന് ആ ഒരു ഇത് പറ്റത്തുള്ളൂ. എന്നാലേ ആ പ്രതികാരം കൂടത്തുള്ളൂ. എല്ലാം പച്ചക്ക് കാണിച്ചിട്ടുണ്ട്. സെൻസറിങ് എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ പച്ചക്ക് കാണിച്ചിട്ടുണ്ട്. എല്ലാം പച്ചക്ക് കാണിച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഒരു വിരുന്നാണ്. ഈ വയലൻസ് പടം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഭയങ്കര ഒരു ചോര കുളിക്കാൻ പറ്റും. അടിപൊളി പടം. പ്രതീക്ഷ അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി. തീർച്ചയായിട്ടും മലയാള സിനിമ ഇങ്ങനെ ഒരു വയലൻസ് പടം കണ്ടിട്ടില്ല.
എല്ലാവരും ഒന്നിനൊന്നും വെച്ചു. വില്ലനൊക്കെ തകർത്തു. ലാസ്റ്റത്തെ ഒരു കണ്ണ് അതെ 45 മിനിറ്റ് നമ്മൾ ഒരു രക്ഷയില്ല. ഒട്ടും പ്രതീക്ഷിക്കാൻ വന്നത് എത്ര ആറാടൊന്നുമില്ല. പടം കാണുക. ആദ്യം ഒന്നും പറയാനില്ല. വയലൻസോട് വയലൻസ്. മലയാള സിനിമയിൽ ഇത്ര ഒരു വയലൻസ് പടം കണ്ടിട്ടില്ല. ഉണ്ണിമുന്തനായിട്ട് ജഗദീഷായിട്ട് എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചു തകർത്ത്. പിന്നെ വില്ലനാട് വന്ന കെബീർ അവൻ പൊളിച്ച് ലാസ്റ്റത്തെ ഒരു 45 മിനിറ്റ്. ചങ്കർ പിള്ളേർക്ക് മാത്രം കാണാൻ പറ്റിയതാണ്. പറഞ്ഞല്ലോ 18 വയസ്സിന് താഴെയുള്ള പിള്ളേർ കാണരുത്. ശരിയാണ് അമ്മാ രീതി. പിന്നെ എൻ്റെ സംവിധായകൻ അയാൾ നല്ല ശരിക്കും എന്നെ പണി വെച്ചിരിക്കുക. അത് തന്നെ അതേ പറയാനുള്ളൂ. അടിപൊളി പടം. ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇല്ല അത് കാണണം. വയലൻസ് ഇങ്ങനത്തെ ഒരു പടം അടുത്ത സംവിധായകർക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. അമ്മ രീതി എടുത്തു വെച്ചിട്ടുണ്ട്. തകർപ്പൻ പടം. തകർപ്പൻ കാര്യം വെച്ചാൽ വലിയ പ്രതീക്ഷ ഉണ്ണിമുന്തനായിട്ട് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പക്ഷേ പിന്നെ അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ടപ്പോൾ പടം വേറെ ലെവല്. അതിനെക്കാട്ടി മികച്ചായിട്ട് ഹൈപ്പിനെക്കാട്ടി ഡബിൾ ഉണ്ട് ഇത്. ഞാൻ വലിയ പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ലേ അമ്മാരി ഹൈപ്പിനെക്കാട്ടിയുള്ള പ്രതീക്ഷയുള്ള പടമുണ്ട്. സാഗ് ഫസ്റ്റ് ഹാഫിലൊക്കെ ഇച്ചിരി നമുക്കൊരു ഇതായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് എടുക്കുമ്പോഴാണ് പടം. പിന്നെ ഇന്റർവെല്ലിൽ പഞ്ച് അടിപൊളിയായിട്ട് അടിപൊളി. അതാണ് പടം ഒന്ന് നമ്മളൊന്ന് ഇതായി വന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വയലൻസ് അതാണ് പടം. വയലൻസ് കണ്ടവർക്ക് ഇത് കാണണം. തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും ഓക്കെ എങ്കിലും ഉണ്ട്. മലയാള സിനിമയിൽ ഇത്രയും ഒരു വയലൻസ് ആദ്യമായിട്ട് തീർച്ചയായും ഉണ്ട്. കാണിക്കുന്നുണ്ട്. എല്ലാവരും എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വന്ന് തന്നെ കാണും. അടിപൊളിയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. സെക്കൻഡ് ഹാഫ് 45 മിനിറ്റ് കിടിലനാക്കി. അടിപൊളിയായിരുന്നു. ഒന്നുകൂടെ കാണണം. ഫുൾ ക്രൗഡി വന്നിരുന്നു. ഒന്നുകൂടെ സെക്കൻഡ് വന്നിരുന്ന് കാണണം. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. 45 മിനിറ്റ്. ആ കെബീർ ദുഃഖം വന്നിട്ടുള്ള സീൻ പിന്നെ അങ്ങോട്ട് പുള്ളി വയലൻസിന്റെ പീക്ക് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇൻട്രോയിൽ പഞ്ച് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഉണ്ണിമുന്തൻ ഇൻട്രോ യാതൊരു സെൻസറിങ്ങും ഒന്നുമില്ല. സെൻസറിങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ട്രിം ചെയ്ത് വയലൻസിന്റെ പീക്ക് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു.